ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ സെഫന്യാവിനാൽ എഴുതപ്പെട്ട സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവഭക്തൻ്റെ ഉറപ്പ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും എത്ര ഭയാനകമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിൽ നിന്നൊക്കെയും വിടുവയ്ക്കുകയും കരം പിടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം തനിക്കുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഭക്തനെപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തനിക്ക് നൽകിയ ദൈവിക വാഗ്ദത്തങ്ങളെയും ഉറപ്പുകളെയുമാണെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ചുവട് വെക്കുന്നവരായി നാം തീരുമെങ്കിൽ കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം അവൻ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. കൂരിലുള്ള നടുവിലും പ്രതികൂലത്തിന് നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും എന്നെ പരിപാലിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ശക്തമാണെന്ന് ഉറപ്പുള്ള ഭക്തൻ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല, മറിച്ച് പ്രാർത്ഥനയോടെ അതിനെ നേരിടുമ്പോൾ അത് അനുഗ്രഹമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. ഇവിടെ പറയുകയാണ്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നിനക്കെതിരെ പദ്ധതി ഒരുക്കിക്കൊണ്ട് നിന്നെ തകർത്ത് കളയാനോ ഇല്ലാതെയാക്കാനോ നശിപ്പിക്കാനോ നഷ്ടം വരുത്താനോ കഷ്ടം വരുത്താനോ ഒക്കെ പദ്ധതി മറയുന്ന ശത്രുവിൻ്റെ നടുവിലും ദൈവഭക്തൻ ഉറപ്പുണ്ട്. കാരണം എൻ്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല. ശത്രുവിൻ്റെ വശത്തെനിക്ക് മൃഷ്ടാന്ന ഭോജനം ഒരുക്കി എന്നെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. തിരുവചനം പഠിക്കുമ്പോൾ മൊർദെഖായി എന്ന ദൈവമനുഷ്യനെതിരെ ഹാമാൻ എന്ന നീചനായ മനുഷ്യൻ പദ്ധതികളൊക്കെ ഒരുക്കി ഇപ്പോൾ തൻ്റെ കൺമുൻപിൽ തന്നെ തൂക്കിക്കൊല്ലുവാനുള്ള 40 അടി മുഴം ഉയരമുള്ള കഴുമരവും ഒരുക്കി തൻ്റെ അവസാനമായെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്ന ഭക്തൻ ഒരു ഉറപ്പുണ്ട്: എനിക്കുള്ള വിധി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, ചില പ്രശ്നങ്ങൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെങ്കിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ തന്നെ ശോധന ചെയ്യാനും നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാനും ഇടയാക്കുന്നതാണെന്ന് തിരിച്ചറിയുക. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ നിലവിളിക്കുന്ന ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവരായിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവപ്പാൻ ശക്തനാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഹേരോദാവ് പത്രോസിന് വേണ്ടി പെസഹയ്ക്ക് ശേഷം കൊല്ലുവാൻ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ പത്രോസിനെ വിടുവപ്പാൻ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരവും ഇറങ്ങി വന്ന് പത്രോസിനെ സ്വതന്ത്രനാക്കിയെങ്കിൽ എന്നെയും നിങ്ങളെയും സ്വതന്ത്രമാക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ കരമുണ്ട്. അവൻ നമ്മുടെ ന്യായവിധികളെ മാറ്റി രാജാവായ ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നേറുക. നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങളെ മാനിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ.